അഴിച്ചു വിടറാ എന്നെ. ആരാണ് നിങ്ങള്? ആരാണെന്നെങ്കിലും ഒന്ന് പറയടാ, പ്ലീസ് ഒന്ന് പറയേ. എന്നെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ട് പുകയ്ക്കുന്നേ? കേട്ടില്ലേ ദേവ, ഇതാണ് അവന്റെ അവസ്ഥ. ദേവേട്ടാ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. ഇപ്പൊ അവൻ പറയും ദേവേട്ടാ, നമുക്ക് ചോദിക്കാം. വൈദേഹി, എന്തൊക്കെ സംഭവിച്ചാലും ഇത് നമ്മളാണെന്ന് അവനൊരു സംശയം തോന്നാൻ പാടില്ല. അഥവാ നമ്മളെ മനസ്സിലായ അവനെ നമ്മളൊന്നും ചെയ്യില്ല എന്നൊരു ധൈര്യം അവനുണ്ടാവും. ആയിക്കോട്ടെ ദേവേട്ടാ. ദേവേട്ടനല്ല, ബഹദൂർ. ശരി ബഹദൂർ, എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ അവനെ കൊണ്ട് സത്യം പറയിക്കണം. ഒരു മിനിറ്റ് നിൽക്ക്. അകത്ത് മുളക് കൂട്ടി തീയിട്ടേക്കോ, നിനക്ക് ശ്വാസം കിട്ടും. ഞാനത് അണച്ചിട്ട് വരാം. ഇവിടത്തെ പുകയില മാറിയിട്ടുണ്ട്. ആരാടാ നീയൊക്കെ? കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയന്. മരണത്തോട് നിനക്ക് അത്രയേറെ പേടിയുണ്ടോ? എന്നിട്ടാണോടാ നീ മറ്റുള്ളവരെ കൊല്ലാനായിട്ട് നടക്കുന്നേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങൾക്ക് ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ കാല് പിടിക്കാം. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ചോദിക്കേ. നീ ചോദിച്ചാലത് തരൂടാ? നിനക്ക് പറ്റൂടാ? പറയടാ, ബോൽ. തരാൻ പറ്റുമെന്ന്? തന്നേക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്ക് ആരാ? നീ അടിച്ചു മാറ്റിയ ആഭരണങ്ങളുടെ ഉടമസ്ഥൻ. ആഭരണങ്ങളോ? ഏത് ആഭരണങ്ങൾ? എനിക്കൊന്നും അറിയില്ല. ബഹദൂർ, എന്താ അറിയില്ലെന്ന് പറയുന്നതെന്ന് ദേക്കോ. നീ അടിച്ചു മാറ്റിയ ശിവന്റെ ആഭരണം പറയണം. ശിവന്റെ ആഭരണങ്ങളോ? എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ദൈവത്തിന്റെ ആഭരണങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ഉടമസ്ഥരാവും? നീ അതിങ്ങ് തരുമ്പോ ഞങ്ങൾ അതിന്റെ ഉടമസ്ഥരാവും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആഭരണങ്ങൾ കൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷേ അത് നിന്റെ കുടുംബത്തിന് ഒരുപാട് ഉപകാരപ്പെട്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതുകൊണ്ട് ദൈവത്തെ അലങ്കരിച്ചാൽ ശാപം മാറുമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അതൊക്കെ എങ്ങനെ അറിഞ്ഞു? തൽക്കാലം അതിനെക്കുറിച്ച് നീ അറിയേണ്ട ആവശ്യമില്ല. ആ ആഭരണങ്ങൾ തന്നാൽ അത് ഞങ്ങൾ നിന്റെ കുടുംബത്തിൽ തന്നെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് TV പറഞ്ഞിരുന്നില്ലേ, ഒരു പരമ്പരാഗത സമ്പത്തെന്ന്? അത് ഞങ്ങൾ അങ്ങ് സ്വന്തമാക്കും. പറയടാ. എന്നിട്ട് ആ സമ്പത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഒരു സ്വർണ്ണക്കൊട്ടാരം പണി. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എന്നെ വെറുതെ വിട്. അപ്പൊ എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞതോ? പറയടാ. പറയാൻ. നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞാലും ഞാനത് പറയില്ലടാ. രാജാവാൻ സ്വപ്നം കണ്ട് കിടന്നിട്ട് 30 വർഷമായി. അതിനൊരു അവസരം ഒത്തു കിട്ടിയതാ. അതില്ലാണ്ടാ ഞാൻ മരിക്കാൻ തന്നെ തയ്യാറാ. എന്നാലും ആഭരണം തന്ന് പെരുവഴിയിലാവാൻ ഞാൻ തയ്യാറല്ലടാ. എനിക്കൊന്നും അറിയില്ല. എനിക്കറിയില്ലെന്ന്. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എനിക്കറിയില്ലെന്ന്. ബഹദൂർ, അറിയില്ല എന്നല്ല പറയുന്നേ. എങ്ങനെ പറയിപ്പിക്കണമെന്ന് മേരേക്ക മാലുമേ. മുളകിന്റെ നീറ്റില് പോയെന്നാ തോന്നേ. വീണ്ടും മുളകൊന്ന് പോച്ചു കൊടുത്താ മതി.
ചുമച്ച് അവൻ ഇവിടെ കിടന്ന് അയ്യോ മരിച്ചോളും. വേണ്ട, അതൊന്നും വേണ്ട. ബഹദൂർ, എങ്ങനെയെങ്കിലും സത്യം പറയിക്കണം. എന്റെ കുഞ്ഞിന് വേണ്ടി. അവൻ പറയും. പറയാതെ ഞാൻ അവനെ വിടും തോന്നുന്നുണ്ടോ? ആ ആഭരണങ്ങൾ കിട്ടിയിരിക്കും. അതുകൊണ്ട് നിന്റെ കുഞ്ഞിന് ഞാനൊരു സ്വർണ്ണക്കൊട്ടാരം പണിയുകയും ചെയ്യും. ബോൽ. എനിക്കൊന്നും അറിയില്ല, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. പ്ലീസ്, എനിക്കറിയില്ല. ഇവിടെ എങ്ങനെയായിരുന്നു ഇവരെന്നെ കൊന്നുകളെ? എന്തെങ്കിലും പണിയൊപ്പിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പറയടാ, അറിയില്ലേ നിനക്ക്? അറിയില്ലേ? ബഹദൂർ, ഛേ, മരിച്ചോ അവൻ? ശ്വാസം വിടുന്നുണ്ട്, ബോധം കെട്ടതാവും. എന്നാ പിന്നെ അവന്റെ ബോധം തെളിയട്ടെ, എന്നിട്ട് ഒന്നുകൂടെ ശ്രമിക്കാം. നിങ്ങൾ വരൂ. ഇവന്മാരുടെ കയ്യിലൊന്ന് പെട്ടല്ലോ. ആരാ ഈ പഞ്ചാബികള്? ചോദിച്ച ബോധം തെളിഞ്ഞെന്ന് പറഞ്ഞ് വീണ്ടും എടുത്തിട്ടിരിക്കും. എന്തു വന്നാലും ആഭരണങ്ങളുടെ കാര്യം പറയരുത്. പറയില്ല, ഒരിക്കലും പറയില്ല. അവരെന്നെ തല്ലി കൊല്ലട്ടെ. ഇനി എന്നെ ഇടിക്കുമ്പോ മരിച്ച തോലെ കിടക്കാം. അവൻ സത്യം പറയുന്ന ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു ദേവേട്ട. പക്ഷെ എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറയുന്നില്ലല്ലോ. അത്ര പെട്ടെന്ന് അവൻ അങ്ങനെ പറയോ വൈദേഹി? ഇത്രയും തല്ലിയിട്ടും അവൻ പറയുന്നില്ലെങ്കിൽ എനിക്കെന്തോ പേടിയാവുന്നു. ആ ആഭരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ ശാപം നമ്മുടെ കുഞ്ഞിനെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്ന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താ ചെയ്യാ ദേവേട്ട? സത്യത്തില് ആ ആഭരണങ്ങൾ എവിടെ ഇരിക്കുന്നെന്ന് വരുൺ അറിയോ? അതറിയാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം വീട്ടിലുള്ളവർക്കല്ലാതെ ഈ കാര്യം പുറത്ത് ആർക്കും അറിയില്ല. അപ്പൊ വീട്ടിലുള്ള വ്യക്തികളിൽ നമ്മൾ ആദ്യം സംശയിക്കേണ്ടത് ഈ വരുൺ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ പേടിപ്പിച്ചിട്ട് അവനെന്താ പറയാത്തെ? ആ ആഭരണങ്ങള് അത് ചെറിയൊരു കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ ഏത് കള്ളൻ അവൻ കള്ളനാണെന്ന് സ്വയം സമ്മതിക്കുന്നേ. അവൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഇനി അത് വരുൺ അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ ഒരാളുടെ പേര് കുറയുന്നല്ലാതെ നമ്മുടെ ശ്രമം അവസാനിപ്പിക്കില്ല. ഇതിനോടകം വരുൺ മരിച്ചു പോകുന്നു തോന്നുന്നു ദേവേട്ട. വൈദേഹി, അവനത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവൻ തന്നെ ആയിരിക്കണം മോഷ്ടിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാള് സത്യം അവൻ പറഞ്ഞേ പറ്റൂ. അമ്പലത്തിലെ സ്വാമികൾ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നമ്മൾ കാരണമാണ് അഖണ്ഡദീപം തെളിഞ്ഞതെന്ന്, നമ്മൾ കാരണമാണ് നിലമാളിക തുറന്നതും. അപ്പം നമ്മളിലൂടെ തന്നെ ആഭരണങ്ങൾ തിരിച്ചു കിട്ടുകയും ചെയ്യും. എന്റെ അച്ഛന്റെ അമ്മയുടെയും വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ സത്യം തെളിയണം ദേവേട്ട. വീട്ടിലെത്തുമ്പോ യാതൊരു ആശങ്കയും ബാക്കിയുണ്ടാവരുത്. ആഭരണങ്ങൾക്ക് കൊണ്ടുവന്ന് ഭഗവാനെ അലങ്കരിച്ചാൽ മാത്രമേ ശാപമുക്തി ഉണ്ടാവൂന്ന സ്വാമികൾ പറഞ്ഞത്. പക്ഷെ ആഭരണങ്ങൾ ഇപ്പം നമ്മുടെ കൈവശമില്ലാതെ ആരെ മോഷ്ടിച്ചിരിക്കുക? പൈതൃക സമ്പത്തെല്ലാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞതും നുണ തന്നെയാച്ച. ദാസേട്ടാ, ഈ പാല് കുടിക്ക് ദാസേട്ടാ. ദാസേട്ടാ, അല്ല ദാസേട്ടനെ എന്തേ ആലോചിക്കുന്നേ? ദാസ, നീ ഏത് ലോകത്താടാ? എന്താ ഇത്രയ്ക്കങ്ങ് ആലോചിക്കാൻ?
ശാപവിമോചനം കിട്ടിയെന്ന് കരുതി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളെല്ലാം കാത്തിരുന്നത് വെറുതെയായി പോയല്ലോ എന്ന് ഓർക്കായിരുന്നമ്മേ. അനിഷ്ടങ്ങൾ ഒന്നും സംഭവിക്കില്ല, എനിക്ക് വിശ്വാസമുണ്ട്. ശരിയെന്നേ, ആരോ എന്നോ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ഫലം ശാപം എന്ന പേരിൽ ഭഗവാൻ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബലിയാക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ മാറ്റി നിർത്തി വൈദേഹ്യ തലേ കയറ്റി വെക്കുമ്പോ ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ആലോചിക്കണമായിരുന്നു. ശാപം മറ്റെവിടെയല്ല, എന്നിലൂടെ തന്നെയാണ് ആ കുഞ്ഞിനെ ബലി കഴിക്കാൻ പോകുന്നത്. കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ജാഗരൂകരായിരിക്കണം കൗസല്യേ. ആ ഡോക്ടർ വീണ്ടും എപ്പോ വരാന്നാ പറഞ്ഞത്? നാളെ വരാന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വൈദേഹി ഇപ്പൊ അവളുടെ വീട്ടിലല്ലേ. എന്നാ നമുക്ക് ഡോക്ടറോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാലോ? ഈ കാര്യത്തിൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല. ആ പറഞ്ഞത് കാര്യമുണ്ട്. ഈ കാര്യത്തിൽ അശ്രദ്ധ ഒട്ടും പാടില്ല. ഏത് ക്ഷണവും എന്ത് സംഭവിക്കാമല്ലോ. എന്ത് സംഭവിക്കുന്ന? ആർക്കറിയാം എന്തു അമ്മേ, ഈ ശാപം എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. ആപത്ത് ഏത് രൂപത്തിൽ എവിടെ നിന്ന് വരുമെന്ന് ആർക്ക് പറയാൻ പറ്റും? നാളെ ഡോക്ടർ അങ്ങോട്ട് പോണം. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ചെക്ക് ചെയ്യാനല്ല, വയറ്റിൽ കിടന്നത് കലങ്ങിപ്പോയി എന്ന് പറയാനായിട്ട്. ഹലോ മന്ദരാമേ. ഇരുചെവി അറിയാതെ കാര്യം നടത്താന്ന് കരുതിയപ്പോ നീ എന്തിനാ ഈ ഗുളികകൾ അയച്ചിരിക്കുന്നേ? അതുണ്ടെങ്കിലേ കാര്യം നടക്കൂ മന്ദരാമേ. അത് കഴിച്ചാൽ വൈദേഹിയുടെ ഗർഭം അലസിപ്പോകുമെന്ന് ഉറപ്പാ. പക്ഷെ പിന്നീട് പരിശോധിക്കുമ്പോ സത്യം പുറത്തു വരില്ലേ? അതൊന്നും അറിയില്ല മന്ദരാമേ. അതെന്താണെന്നറിയോ? വിറ്റമിൻ സി ടാബ്ലറ്റ്സ്. ഇതൊക്കെ ആരോഗ്യം നന്നാവാൻ കൊടുക്കുന്നതല്ലേ? അളവോടെ കഴിച്ചാൽ ആരോഗ്യത്തിന്, പക്ഷെ അളവിൽ കൂടുതൽ കഴിച്ചാലോ വിഷം. ഇത് പരിശോധിക്കുമ്പോ അറിയില്ലല്ലോ. ഒരിക്കലുമില്ല മന്ദരാമേ. ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്? വല്ല ഓറഞ്ച് ജ്യൂസിനകത്തും ആ ടാബ്ലറ്റ് ഇട്ടങ്ങ് കൊടുത്തേക്ക്. പുളി കാരണം ഇതെന്താന്ന് പോലും അറിയില്ല. പക്ഷെ ഗർഭത്തിലുള്ളത് കാഞ്ഞു പൊയ്ക്കോളൂ. അതിരിക്കട്ടെ, കുഞ്ഞിനെ കൊല്ലുന്നത് പാപമാണല്ലോ, വേണ്ടാന്നോ മറ്റും തോന്നുന്നുണ്ടോ? ഇവിടെ എന്ത് പാപം പുണ്യം? ഇങ്ങനെ ഒരു സഹതാപം തോന്നിയല്ലേ എന്റെ മോൻ അവളെ എവിടേക്ക് കൊണ്ടുവന്നേ. അതോടെ എന്റെ ശ്രേയമൾക്ക് ഇവിടെ സ്ഥാനമില്ലാതായി. അപ്പൊ അവളെ ഞാൻ സന്തോഷിക്കാൻ അനുവദിക്കുവോ? അവളെ വിഷമിപ്പിക്കാനും കരയിപ്പിക്കാനും നശിപ്പിച്ച് നാറാണക്കല്ലാക്കാനും കിട്ടുന്ന ഒരവസരം പോലും ഞാൻ വെറുതെ കളയില്ല. അടിപൊളി മന്ദരാമേ. ഈ ദേഷ്യം ഇതുപോലെ സൂക്ഷിക്കണം, എന്നാലേ കാര്യങ്ങൾ സുഗമമാവൂ. ഇന്ന് തന്നെ ആ ടാബ്ലറ്റ്സ് എല്ലാം ജ്യൂസിൽ കലക്കി കൊടുത്തേക്ക്. ആയിക്കോട്ടെ. എടീ അനാഥ പിണ്ടം, നിന്റെ പ്രസവം എടുത്തോളാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആളങ്ങ് മാറിയെന്ന് കരുതിയോടി. അത് പുറമേ പറഞ്ഞതാടി. മനസ്സിനുള്ളിൽ നിന്നോടുള്ള പക ഇപ്പോഴും മാറിയിട്ടില്ല. 9 മാസം കഴിഞ്ഞ് പുറത്തു വരേണ്ട നിന്റെ ഗർഭം 3 മാസം തികയ്ക്കാൻ വിടില്ലടി. പാല ആർക്കാ സുലേഖേ? വൈദേഹിക്ക് അമ്മേ. ഭക്ഷണം കഴിഞ്ഞു പാലെന്തിനാ? ദഹനം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലമ്മേ, കുങ്കുമപ്പൂ പാലിൽ ചാൽസല്ലേ കൊടുക്കണ്ടേ? പാലൊക്കെ കാലത്ത് കൊടുത്താ മതി. ഇപ്പൊ അവക്ക് വല്ല ജ്യൂസും കൊടുക്കടി, ദഹനക്കേടുണ്ടാവില്ല. ആ ഓറഞ്ച് ഇരിപ്പുണ്ടല്ലോ അല്ലേ? ആ ഉണ്ടമ്മേ. നീ വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി നോക്ക്. എന്റെ വൈദേഹിക്ക് ജ്യൂസ് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ശരി അമ്മേ. അമ്മേ, അമ്മ വൈദേഹിയോട് സ്നേഹത്തോടെ പെരുമാറുന്ന കാണുമ്പോൾ സന്തോഷം തോന്നുന്നു.
വൈദേഹിക്കും അത് ഒത്തിരി സന്തോഷായിരിക്കും. അതൊക്കെ എത്ര നേരത്തേക്കാടി? അവളുടെ ഗർഭം കലങ്ങുന്നതുവരെയല്ലേ? നമ്മുടെ കുഞ്ഞല്ലേന്ന് കരുതിയല്ലേ അവളെ വഴക്ക് പറയുന്നേ. എന്നാലും എനിക്ക് അവളെ ഇഷ്ടാ. പോരാത്തേന് ഇപ്പൊ അവള് ഗർഭവതിയായി. അപ്പൊ നല്ലോണം നോക്കണ്ടേ? ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് വരാൻ പോവല്ലേ? നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ല. നിനക്ക് വേറെ വല്ല ജോലി ഉണ്ടേ നോക്ക്, പൊയ്ക്കോ. അവളോട് എനിക്ക് എവിടുന്നാടി സ്നേഹം? മരിച്ചാലും അവളോടുള്ള പക എനിക്ക് തീരില്ലടി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ കൊന്നുകളയാം. എടീ വൈദേഹി, മക്കളും ഭർത്താവും ഒത്ത് നിന്നെ ഞാൻ സുഖമായിട്ട് ജീവിപ്പിക്കാം. അങ്ങനെ നിന്നെ കാണേണ്ടി വന്നാൽ പിന്നെ ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം? മോളെ വൈദേഹി, ദേവേട്ടൻ ഇങ്ങനെ അമ്പിളി അമ്മാവിനെ കാണിച്ചുകൊണ്ട് ദേവേട്ടന്റെ കൈകൊണ്ട് എനിക്ക് ചോറ് വാരി തരുമ്പോ എന്ത് സുഖം തോന്നുന്നുണ്ടെന്നറിയോ? അത് പിന്നെ തോന്നില്ലേ? പക്ഷെ ബാക്കിയുള്ള ഇതും കൂടെ കഴിച്ചാലേ കൂടുതൽ സുഖം തോന്നും. മതി ദേവേട്ടാ, എന്റെ വയറ് നിറഞ്ഞു. ഒന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് മുഴുവൻ കഴിക്കണം. എനിക്ക് വേണ്ടാത്തത് കൊണ്ടല്ലേ ദേവേട്ടാ? കണ്ടു കണ്ടു കണ്ടു, ഇപ്പോഴൊന്നും ഞാൻ പറയുന്നത് ദേവേട്ടൻ കേൾക്കുന്നേ ഇല്ല. അത് ശരിയായിരിക്കും. തൽക്കാലം നീ പറയുന്നൊന്നും ഞാൻ കേൾക്കാനേ പോവില്ല. ഇതിനകത്തുണ്ടല്ലോ ഒരു കുഞ്ഞു വാവ, അത് പറയുന്നതേ ഞാൻ കേൾക്കൂ. അത് ശരി. എന്നാലേ ആ കുഞ്ഞു വാവയെ ദേവേട്ടൻ തന്നെ അങ്ങ് കടുപ്പിച്ചോ. എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിക്കില്ല. അപ്പൊ നീ തീരുമാനിച്ചു കഴിഞ്ഞു? കഴിഞ്ഞു. ശരിയെന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആകാശപ്പാലക്കൊമ്പത്തൂഞ്ഞാലിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. ആകാശപ്പാലക്കൊമ്പത്തൂഞ്ഞാലിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. ചിറകു നീർത്തി അലകൾ നീന്തി ഉയരെ നീ പോകുവോളം ആയിരം കണ്ണുകളോടെ താഴെ കാണാൻ ദേവേട്ടാ, വേണ്ടെന്ന് പറഞ്ഞതല്ലായിരുന്നോ? അതിന് നിനക്കല്ല തന്നെ, നിന്റെ വയറ്റി കിടക്കുന്ന നമ്മുടെ കുഞ്ഞുവാവയ്ക്കാ ഞാൻ കൊടുത്തേ. ഒരെണ്ണം കൂടി വേണം. ദേവേട്ട വേണ്ട. എനിക്ക് മാത്രല്ല, വാവയ്ക്കും വയറ് നിറഞ്ഞിരിക്കുക. എന്ന് നിന്നോട് വാവ വിളിച്ചു പറഞ്ഞോ? അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ദേവേട്ടനൊന്ന് കേട്ടു നോക്ക്. വാവേ, നിന്റെ വയറ് നിറഞ്ഞല്ലോ അല്ലേ? ഇനി വേണ്ടല്ലോ? വേണ്ടമ്മേ, എന്റെ വയറ് നിറഞ്ഞു.
ദേവേട്ട കേട്ടിരുന്നോ? അവളും വേണ്ടെന്നാ പറഞ്ഞ. അവൾ എന്നോട് സംസാരിച്ചു ദേവേട്ട. ആ സംസാരിച്ചല്ലേ? സത്യമായിട്ട് സംസാരിച്ചായിരുന്നു? സത്യമായിട്ടും ദേവേട്ട. അങ്ങനെയാണെങ്കിൽ ഇത് അവളുടെ അച്ഛൻ തരുന്ന ഉരുളയാണെന്ന് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ അവള് കഴിക്കാതിരിക്കില്ല. കഴിക്കാൻ പറയുന്നേ. അയ്യോ, എന്റെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞില്ലേ അമ്മേ? അമ്മ ഒത്തിരി കഴിച്ചാ എനിക്ക് അനങ്ങാൻ പറ്റില്ല. എനിക്ക് വേണ്ട, മതി അമ്മേ. അമ്മ അച്ഛനോട് പറയ്. പിന്നെ എന്നോട് സംസാരിച്ചു. ഒത്തിരി കഴിച്ചാ അവക്ക് അനങ്ങാൻ പറ്റില്ല അത്ര. അച്ഛനോട് പറയാൻ അവളിപ്പ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഇനി മതി, ഇനി ഒട്ടും വേണ്ട. ശരി ആയിക്കോട്ടെ. അത്രയ്ക്ക് കൂടി പോയെങ്കിൽ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാം. അത് കുടിച്ചാ കഴിച്ചതെല്ലാം ദഹിച്ചു പോകോളും. കേട്ടല്ലോ?